കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിന് സമയമായി. ഒരു പുതിയൊരു കഥയുമായി ഞാൻ എത്തിയിരിക്കുകയാണ്. കേൾക്കുന്നവരിൽ ചിലർ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അവർക്ക് വേണ്ടി പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തശ്ശിക്കഥകളും ഇതിഹാസ കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ കഥകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു പുരാണ കഥയാണ്. മഹാഭാരതത്തിലെ ഒരു ചെറിയൊരു കഥ. ആ കഥ പലരും കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാകും. എന്നാലും കേൾക്കാത്തവർക്ക് വേണ്ടി, അല്ലെങ്കിൽ വായിച്ചവർക്കും കേൾക്കുന്നവർക്കും ഒരിക്കൽ കൂടി കേൾക്കാമല്ലോ. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കടന്നാലോ. മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവരിൽ ഒരാളായ അർജുനൻ്റെ പുത്രനായ അഭിമന്യുവിൻ്റെ പുത്രനായിരുന്നു പരീക്ഷിത് മഹാരാജാവ്. പരാക്രമശാലിയും ഉദാരനും ധർമ്മിഷ്ഠനുമായിരുന്നു അദ്ദേഹം. ആരോഗ്യദൃഢഗാത്രനും സത്യനിഷ്ഠനുമായിരുന്ന അദ്ദേഹം പ്രജാതൽപരമായി രാജ്യം ഭരിച്ചു. കൃപാചാര്യരിൽ നിന്നും ധനുർവേദം അഭ്യസിച്ച അദ്ദേഹത്തിന് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യേക പ്രീതിയും ലഭിച്ചിരുന്നു. കുരുവംശം ക്ഷയിച്ച കാലത്താണ് അദ്ദേഹം ജനിച്ചത്. രാജാക്കന്മാർക്ക് പൊതുവെ താല്പര്യമുള്ളതാണ് മൃഗയാ വിനോദം. അതിൽ വളരെ തൽപരനായിരുന്നു പരീക്ഷിത് രാജാവ്. അദ്ദേഹം ഒരു ദിവസം നായാട്ടിന് പോയപ്പോൾ ഒരു മാനിന് നേരെ ബാണമയച്ചു. ബാണമേറ്റ മാൻ ഓടിപ്പോകുന്നത് കണ്ട് അദ്ദേഹം അതിനെ പിന്തുടർന്നു. കാൽനടയായി വളരെ ദൂരം പിന്നിട്ടതിനാൽ അദ്ദേഹം ക്ഷീണിച്ച് അവശനായി. വിശപ്പും ദാഹവും അസഹ്യമായി തീർന്നു. അപ്പോഴാണ് ഒരു മുനി ഇരിക്കുന്നത് കണ്ടത്. ഋഷിയോടെന്തോ ചോദിക്കുകയും മറുപടി ലഭിക്കാത്തതിനാൽ അദ്ദേഹം ശോഭിക്കുകയും ചെയ്തു. മാത്രമല്ല, ക്രോധത്താൽ തൊട്ടടുത്ത് കിടന്നിരുന്ന ചത്ത പാമ്പിൻ്റെ ജഡം വില്ലുകൊണ്ട് കോരി മുനിയുടെ കഴുത്തിലിടുകയും ചെയ്തു. ആ മുനി മൗനിയായിരുന്നെന്ന് രാജാവ് അറിഞ്ഞിരുന്നില്ല. ശമീക മുനിയുടെ നേർക്ക് ഇങ്ങനെയൊരു അപരാധം പരീക്ഷിത്ത് മഹാരാജാവ് ചെയ്ത വിവരം ശമീകൻ്റെ പുത്രനായ ശാങ്കി അറിഞ്ഞു. ശാങ്കിക്ക് അത് സഹിക്കാനായില്ല. ക്രൂധനായ മുനികുമാരൻ ഉടൻ തന്നെ ശപിച്ചു. തൻ്റെ പിതാവിനോട് ഈ അപരാധം ചെയ്തത് ആരായാലും അയാൾ ഇന്നേക്ക് 7 ദിവസത്തിനകം തക്ഷകൻ കടിച്ചു മരിക്കട്ടെ. ശാപവിവരം അറിഞ്ഞ രാജാവ് ഭീതിയിലായി. രാജാവിനെ സർപ്പം ദംശിക്കാതിരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തി. ധാരാളം കാവൽക്കാരുള്ള ആർക്കും കടക്കാൻ പറ്റാത്ത രഹസ്യ സങ്കേതത്തിൽ അദ്ദേഹം വാസമുറപ്പിച്ചു. 7 ദിവസങ്ങൾ പിന്നിട്ടാൽ പിന്നെ ഭയപ്പെടേണ്ടതില്ലല്ലോ. 6 ദിവസം കടന്നുപോയിട്ടും ഒന്നും സംഭവിച്ചില്ല. 7-ാം ദിവസം തക്ഷകൻ രാജാവിന് കൊണ്ടുപോകുന്ന പഴത്തിനുള്ളിൽ ഒരു ചെറു പുഴുവായി കയറി ഒളിച്ചിരുന്നു. അങ്ങനെ രാജാവിൻ്റെ സമീപം എത്തുകയും രാജാവ് പഴം മുറിച്ചപ്പോൾ അതിനുള്ളിൽ നിന്നും പുറത്തു വരികയും ചെയ്തു. പുറത്തു വന്ന തക്ഷകൻ തൻ്റെ പൂർണ്ണരൂപം പ്രാപിച്ചു. ഘോരരൂപിയായ സർപ്പത്തെ കണ്ട് പരീക്ഷിത് മഹാരാജാവ് ഞെട്ടിപ്പോയി. ഉടൻ തന്നെ സർപ്പം മഹാരാജാവിനെ ദംശിച്ചു. തക്ഷകൻ്റെ കടിയേറ്റ് പരീക്ഷിത് മഹാരാജാവ് തൽക്ഷണം മരിച്ചു വീണു. അങ്ങനെ മുനികുമാരൻ്റെ ശാപം ഫലിച്ചു. ഇത്രയുമാണ് കഥ. കർമ്മം എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ, നമ്മുടെ ഭാഗത്തുനിന്നൊരു ആക്ഷൻ ഉണ്ടായാൽ അതിനെ തുടർന്നൊരു റിയാക്ഷൻ ഉണ്ടാകും എന്നുള്ള ഒരു തത്വമൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഒരു സംഭവമാണ് ഇത്. പരീക്ഷിത് ഒരു തെറ്റ് ചെയ്തു. അയാൾക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഒരു ഘട്ടത്തിൽ ഒരപരാധം, വലിയ അപരാധമാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ കഥയിൽ പറയുന്നത്. പരീക്ഷിത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം ഈ ഭൂമിയിൽ വസിക്കുന്ന ഓരോ മനുഷ്യരും ഓരോ പരീക്ഷിത്തുമാരാണ് എന്ന് പറയാതെ വയ്യ. അപ്പോൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു. ഒന്നുമല്ല, വേറെ ഒന്നുമല്ല.
നമ്മളിങ്ങനെ പ്രകൃതിയോട് ചെയ്യുന്ന ഓരോ ക്രൂരതകളുണ്ടല്ലോ, ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ക്രൂരതകൾ, അത് നമുക്ക് തന്നെ ഇങ്ങനെ തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. എത്ര പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു വർധനവ് ഈ അടുത്ത കാലത്തുണ്ടാകുന്നില്ലേ. കാലാവസ്ഥ വ്യതിയാനം എത്രമാത്രം രൂക്ഷമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ പത്രങ്ങളിലെല്ലാം സ്ഥിരം കാണുന്നത് ഈ കാട്ട് മൃഗങ്ങളുടെ ആക്രമണമാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് കാട്ടുപോത്തിടിച്ച് മരിക്കുന്നവരുണ്ട്, കാട്ടുപോത്തിൻ്റെ ഇടികൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആക്രമണം കൊണ്ട് എത്രയോ പേർക്ക് മാരകമായി മുറിവേൽക്കുന്നു, മരിക്കുന്നു. കാട്ടാനകൾ നാട്ടിലോട്ട് വരുന്നു, അങ്ങനെ വന്യമൃഗങ്ങളെല്ലാം നാട്ടിലോട്ട് വരുന്നു, വളർത്തു മൃഗങ്ങളെ അപഹരിക്കുന്നു, ഭക്ഷിക്കുന്നു. എന്തൊക്കെ പ്രയാസങ്ങളല്ലേ. മനുഷ്യൻ ആർത്തിമൂത്ത് മൃഗങ്ങളുടെ കാടൊക്കെ കൈയടക്കിയപ്പോൾ മൃഗസംരക്ഷണമൊക്കെ വലിയ വിജയമാണ്, നമ്മളത് പറയാതെ വയ്യ. പക്ഷേ മൃഗങ്ങൾ വർദ്ധിക്കുന്നു, അവർക്ക് പാർക്കാൻ സ്ഥലമില്ലാതാകുന്നു, അവർക്ക് ഭക്ഷിക്കാൻ ഭക്ഷണമില്ലാതാകുന്നു, കുടിക്കാൻ വെള്ളമില്ലാതാകുന്നു, നാട്ടിലോട്ട് വരുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു റിപ്പോർട്ട് വന്നത് എനിക്കൊന്ന് പലരും വായിച്ചിട്ടുണ്ടാവും. കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ 2021 മുതൽ 2024 ജൂലൈ വരെ കൊല്ലപ്പെട്ടത് 316 പേരാണ്. പരിക്കേറ്റത് 3677 പേർക്ക് പരിക്കേറ്റു. ഇത് വെറുമൊരു ആരുടെ ഒരു കണക്കല്ല, നമ്മുടെ സർക്കാർ നൽകുന്ന കണക്കാണ്. ലോക്സഭയിൽ NK പ്രേമചന്ദ്രൻ MP-യുടെ ചോദ്യത്തിന് കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് നൽകിയ മറുപടിയിലെ കണക്കുകളാണ് ഞാനിവിടെ ഇപ്പോൾ പറഞ്ഞത്. 1844 വളർത്തുമൃഗങ്ങൾ നഷ്ടമായെന്നും മറുപടിയിൽ പറയുന്നുണ്ട്. വന്യജീവി സംരക്ഷണവും വന്യജീവി മനുഷ്യ സംഘർഷം കൈകാര്യം ചെയ്യേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണ്. ഇതിനായി കേന്ദ്ര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് ധനസഹായം നൽകുന്നുമുണ്ട്. കേന്ദ്രം പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചിട്ടുമുണ്ട്. അപ്പോൾ വന്യജീവി ആക്രമണത്തിലൂടെ കൊല്ലപ്പെടുന്നവർക്കുള്ള ആശ്വാസ ധനസഹായം 10 ലക്ഷം രൂപയായി ഡിസംബർ 2023 മുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വർധനവുണ്ടായിട്ടുണ്ട്. നിലവിൽ ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 25,000 രൂപയും നൽകും. വിള നാശം സംഭവിക്കുന്നവർക്ക് സംസ്ഥാന സർക്കാരുകൾ പുറപ്പെടുവിക്കുന്ന നിബന്ധന പ്രകാരം നഷ്ടപരിഹാരം നിശ്ചയിക്കുമെന്നും മറുപടിയിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൊല്ലപ്പെടുന്നവർക്ക് ഉള്ള ആശ്വാസ ധനസഹായം 10 ലക്ഷം രൂപയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ആകും ഇക്കാലത്ത്. എന്നാലും ഇതിനൊരു പരിഹാരമാവുന്നില്ല. ഈ കാടിറങ്ങുന്ന വന്യജീവികൾ അതിനെ എങ്ങനെ തിരികെ കാട്ടിലോട്ട് പായിക്കും? അതിനുള്ള പദ്ധതികളൊക്കെ രൂപപ്പെടുത്തേണ്ടേ? അല്ലെ മനുഷ്യരുടെ പങ്കാളിത്തം വേണ്ടേ? വനത്തിൻ്റെയും നാട്ടിൻ്റെയും ഒക്കെ അതിർത്തിയിൽ താമസിക്കുന്ന മനുഷ്യർ, അവരുടെ ജീവന് നമ്മൾ സുരക്ഷ ഒരുക്കണ്ടേ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവരുടെ ജീവിതമാർഗ്ഗമാണ് അവിടെയൊക്കെയുള്ള കൃഷിയും, അല്ലെങ്കിൽ അവരുടെ പൂർവികരായിട്ട് അവിടെ കഴിഞ്ഞു വരുന്നവരായിരിക്കും, താമസിച്ചു വരുന്നവരായിരിക്കും. അവർക്ക് പെട്ടെന്ന് അവിടെ നിന്നൊക്കെ വിട്ടുപോകാൻ പറ്റൂ വന്യജീവി ആക്രമണം പേടിച്ചിട്ട്? 2021 മുതൽ 2022 വരെ മരണം 114 പരിക്ക് 758. വളർത്തു മൃഗങ്ങൾ 514 നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾ കൊന്നുകളഞ്ഞു. 6580 കൃഷിയിടങ്ങളിലാണ് കൃഷി നാശം സംഭവിച്ചത്. 2022 തൊട്ട് 2023 വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ മരണം 98. പരിക്കേറ്റവർക്ക് ഒരു വർധനവുണ്ട്, 1275. വളർത്തുമൃഗങ്ങൾ നഷ്ടമായത് 637. 6863 കൃഷിയിടങ്ങളിൽ വിളനാശം സംഭവിച്ചു. ഇനി 2023 മുതൽ 2024 വരെ നമ്മൾ കണക്കെടുത്താലോ മരണം 94 കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പരിക്കേറ്റവരുടെ വർധനവുണ്ടായി, 1603. വളർത്തുമൃഗങ്ങൾ 633 നഷ്ടമായി. 6108 സ്ഥലങ്ങളിൽ കൃഷി നാശമുണ്ടായി. ഇനി 2024 മുതൽ ജൂലൈ വരെയുള്ള കണക്കെടുത്താലോ, ഇപ്പം ഈ വർഷം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മരണം ഇത് ജൂലൈ വരെ 10, പരിക്ക് 59. വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടത് 60. വിളനാശം 455 സ്ഥലങ്ങളിൽ വിളനാശമുണ്ടായി. ഇത് കറക്റ്റായിട്ടുള്ള കണക്കല്ല. എന്ന് വെച്ചാൽ ഇതിൽ എനിക്കറിയാം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ മാസമൊക്കെ കാട്ടുപന്നി ഉൾപ്പെടെ ഇടിച്ചിട്ട് മരിക്കുകയും പരിക്ക് പറ്റുകയൊക്കെ ചെയ്തു. അപ്പോൾ പലയിടത്തും ഇത് കണക്കുള്ള രൂക്ഷമായ വന്യമൃഗങ്ങളുടെ ശല്യം നടമാടുകയാണ്.
അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് ഈ കഥയുമായിട്ട് കണക്ട് ചെയ്ത് വന്നത്, നമ്മൾ ഒരു കാലത്ത് കാടുകൾ കയ്യേറുകയും നാശം വിതയ്ക്കുകയൊക്കെ ചെയ്തപ്പോൾ അവിടെ ഡാമുകൾ പണിയുകയും റോഡുകൾ പണിയുകയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയും തീർത്ഥാടന കേന്ദ്രങ്ങൾ വരെ ഉണ്ടല്ലേ, വലിയ നടുക്ക്, കാട്ടിനടുക്ക്. ഇതെല്ലാം മൃഗങ്ങളുടെ സ്വൈരവിഹാരം തടസ്സപ്പെടുത്തുകയാണ്. ഇങ്ങനെ നമ്മൾ മനുഷ്യർക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എല്ലാം ഇതിനൊക്കെയുള്ള മൃഗങ്ങളുടെ സ്വൈരവിഹാരം നഷ്ടപ്പെടുകയാണ്. അവരുടെ ആഹാരവും അവരുടെ സ്വസ്ഥതയും അവരുടെ വെള്ളവും. മനുഷ്യൻ പുഴയിലോട്ടൊക്കെ കയ്യേറിക്കഴിഞ്ഞാൽ പുഴയിൽ പിന്നെ പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയുന്നു, കുപ്പിച്ചില്ലുകൾ എറിയുന്നു, ഉടയ്ക്കുന്നു, വൃത്തികേടാക്കുന്നു. ഇതെല്ലാം അവിടുത്തെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന മൃഗങ്ങൾക്ക് വലിയ പൊല്ലാപ്പ് സൃഷ്ടിക്കുകയാണ് നമ്മൾ, അല്ലേ? എന്തായാലും ഞാനൊരു ചെറിയൊരു കണക്കും കുറച്ച് കാര്യങ്ങളും ഈ കഥയുമായിട്ട് കൂട്ടിയിണക്കി പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് മൃഗങ്ങളുടെ അവസ്ഥ നമുക്ക് വന്നാലോ? ഒരു സാങ്കല്പിക ലോകത്ത് മൃഗങ്ങളാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്, മൃഗങ്ങളാണ് ഭൂമി ഭരിക്കുന്നത് എങ്കിലോ നമ്മൾ മൃഗങ്ങളുടെ സ്ഥാനത്താണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ നമ്മുടെ എന്തോ ബുദ്ധിമുട്ടെന്ന് നമുക്ക് അന്നേരം മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. നമ്മൾ മൃഗങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ആഹാരം തേടി അറിയുന്നു, കാട്ടിൽ ആഹാരമില്ലാതാകുമ്പോൾ നാട്ടിലോട്ട് കിടക്കുന്നു, അവിടെ മൃഗങ്ങൾ നമ്മളെ കണ്ട് ഭയന്നിട്ട് നമ്മളെ ആക്രമിക്കുന്നു, അല്ലേ? അങ്ങനെയൊക്കെ സംഘർഷം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ തിരിച്ച് ചിന്തിച്ചാൽ ചിലപ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു മൃഗങ്ങളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. അപ്പോൾ തൽക്കാലം നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു കഥയും പുതിയ കുറച്ച് വർത്തമാനമായിട്ട് വീണ്ടും കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.